കട്ട് വർക്ക് സാരി ആട്ടോ. ഇതൊരു സെമി റോ സിൽക്ക് മെറ്റീരിയലാണ് തന്നെ, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആട്ടോ. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു മെറ്റീരിയലും. ഇങ്ങനെ മുന്താണിയുടെ ഭാഗം ഇങ്ങനെ ആ ബോർഡർ ഫുള്ളായിട്ട് ഇങ്ങനെ പോയേക്കുക. താഴത്തെ ബോർഡർ ഏകദേശം ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. മേളിലത്തത് ഈ നമ്മൾ ഉടുത്ത് കാണുന്ന ഭാഗം വരേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ സെയിം മെറ്റീരിയൽ തന്നെയാട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1810. നെക്സ്റ്റ് വരുന്നത് ഒരു സെമി റോ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ്. അതിൽ വർക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. ഇങ്ങനെ ഫുൾ ത്രെഡ് എംബ്രോയ്ഡറിയാണ് വരുന്നത്. ഇങ്ങനെ മുന്താണി ഇങ്ങനെ വരുന്നു. സാരിയുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഉള്ളൂ കേട്ടോ വർക്ക്. ബാക്കി ഹാഫ് പോർഷനേ വർക്ക് വരുന്നുള്ളൂ. ഇത് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെയും ഉപയോഗിക്കാൻ നല്ല സാരി ആട്ടോ. ബാപ്റ്റിസത്തിനും ഹോളി കമ്മ്യൂണിയനും ചർച്ച് വെയർ ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1490. നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട സാരി ആട്ടോ. അതിൽ ഇതുപോലത്തെ നല്ല ചിക്കൻ കാരി വർക്ക് പോലത്തെ നല്ല ത്രെഡ് എംബ്രോയ്ഡറിയാണ് വരുന്നത്. ഇങ്ങനെയാട്ടോ വർക്ക് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗം മുതൽ ഹാഫ് പോർഷനേ വർക്ക് വരുന്നുള്ളൂ. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണെങ്കിൽ ഈ മെറ്റീരിയൽ അല്ല, ഇതിൽ ഇച്ചിരി കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെയാട്ടോ സാരി വരുന്നത്. നല്ല ചർച്ച് വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പേരൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1380. നെക്സ്റ്റ് ഒരു ഓർഗൻഡി സാരി ആട്ടോ. ഇതിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻഡി സാരിയാണ്. ഇതിൻ്റെ മുന്താണി പോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. താഴത്തെ ബോർഡറിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. മേളിലത്തെ ബോർഡറിൽ ഹാഫ് പോർഷനേ വർക്ക്, ഈ നമ്മൾ ഉടുക്കുന്ന ഭാഗം വരെ കേട്ടോ വർക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ബോഡിയിൽ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസും ഉണ്ട്. ബ്ലൗസ് പീസ് സെയിം തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1780.